കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയില് രൂപയുടെ അടുത്തേക്ക് ചന്ദ്രസേനം വരുവാണ്. ചന്ദ്രസേനം വന്നിട്ട് പറഞ്ഞു, രൂപേ ഒരു സങ്കട വാർത്തയുണ്ടെന്ന് പറഞ്ഞു. എന്താ ചന്ദ്രേട്ടാ? അത് നമ്മുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? അതിന് അവൻ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിച്ചു. അതിന് കാരണം എന്താന്ന് ചോദിച്ചു. അത് ആ ഗംഗാപ്രസാദിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ രൂപ പറഞ്ഞു, അതിന് നമ്മുടെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോഴേക്കുമാണ് ശാരി ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിന് കിരൺ മോൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ കിരൺ മോൻ എന്തിനാ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ആ സി ഐയുടെ കാര്യം എങ്ങനെയാ? സി ഐനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. നീതിക്ക് വേണ്ടിയിട്ട് മുറവിള് കൂട്ടുന്ന ഒരാളാ സി ഐ. എന്നിട്ടാണ് ആ ദുഷ്ടനായ ഗംഗാപ്രസാദിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശാരി പറഞ്ഞു, മിക്കവാറും രാഹുലിനെ ഇങ്ങനെ ആരെങ്കിലും തീർത്തായിരിക്കുമോ? രൂപയ്ക്ക് ദേഷ്യം വന്നു. ആണെങ്കിലോ അവൻ തീരട്ടെ, ശരിക്കും അവൻ തീരേണ്ടവനല്ലേന്ന് ചോദിച്ചു. അല്ല, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. എടി, അങ്ങനെയാണ് നീ കൊണ്ട കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്തിനാ കേസിന് പോന്നേ? അതിന്റെ ആവശ്യം എനിക്ക് എന്തായിരിക്കുന്നേ? അവൻ ദുഷ്ടനാ, മരിക്കേണ്ടവനല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രസേനൻ പറഞ്ഞു, ഈ ഗംഗാപ്രസാദിന്റെ കാര്യം ഇപ്പൊ അന്വേഷണവും കാര്യങ്ങളൊന്നും വരുത്തുണ്ടായിരുന്നില്ല. ആ സ്റ്റെഫി പരോളിന് ഇറങ്ങിയ സമയത്ത് ഒരു പരാതി കൊണ്ടേ കൊടുത്തിട്ടുണ്ട്, തന്റെ കാമുകനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നേ, അല്ലെങ്കിൽ അന്വേഷണം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും ചന്ദ്രേട്ടാ? എന്ത് ചെയ്യാനാ? ഞാൻ ആ നരസിംഹ വക്കീലിന്റെ കൊച്ചുമോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗത്ഭനായ വക്കീലല്ലേ, അപ്പൊ അവനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ പേടിക്കേണ്ട രൂപയെന്ന് പറഞ്ഞു. ദൈവമേ, എനിക്കറിയത്തില്ല ചന്ദ്രേട്ടാ, നമ്മുടെ മോന് എങ്ങാനും ജയിലിലേക്ക് പോവോ, നീ വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പോഴേക്ക് ശാരി പറഞ്ഞു, അതിനവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല രൂപേ, പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഒടുവില് ശാരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രൂപ ചന്ദ്രസേനോട് ചോദിച്ചു, സത്യം പറ ചന്ദ്രേട്ടാ, നമ്മുടെ മോൻ ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ? എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ രൂപ നിന്നോട് പറയാതിരുന്ന, അന്ന് ആ കല്യാണം നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിന്റെ അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. കിരൺ അവനെ തല്ലിച്ചതച്ചെന്നുള്ള ശരിയാ. കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോ അവൻ മരിച്ചു കിടക്കുന്ന കണ്ടേ. പിന്നെ അവന്റെ ബോഡി കിരൺ മോന്റെ വീടിന്റെ പറമ്പിൽ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുഴിച്ചിട്ടുണ്ടെന്നോ? അപ്പൊ നമ്മുടെ മോൻ പ്രതിയാകുമോ ചന്ദ്രേട്ടാന്ന് ചോദിച്ചു. പ്രതിയൊന്നും ആകത്തില്ല. അതിന് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ആ സി എ വിളിച്ച് ഇനിയിപ്പോ ജാമ്യം കൊടുക്കാൻ പറ്റില്ല, കോടതി ഹാജരാക്കും. കോടതിക്ക് ഹാജരാക്കിയതിന് ശേഷം എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും രൂപ പറഞ്ഞു, ചന്ദ്രേട്ട അവന് ജാമ്യം കിട്ടുവോ? ഇനി അവൻ ജയിലിലേക്ക് പോകേണ്ട വരുമോന്ന് ചോദിച്ചു. നീ സമാധാനമായിട്ടിരിക്കുക, എന്താണല്ലോ ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവനൊരു ദുഷ്ടനായിരുന്നു, അവനെപ്പോലൊരു ക്രിമിനൽ ചാണ്ടതാണ്. എന്നാലും അവൻ ക്രിമിനൽ അല്ലേ ചന്ദ്രേട്ട? അപ്പൊ പിന്നെ അതെ, ക്രിമിനലാന്ന് പറഞ്ഞാലും അയാളെ കൊല്ലാനുള്ള റൈറ്റ്സും കാര്യങ്ങളും ആർക്കും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കേസാവെന്ന് പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, ഞാൻ എന്താണെങ്കിലും അത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നവീനോട് പറയാം. നവീൻ നല്ല വക്കീലല്ലേ, ഉറപ്പായിട്ടും അവനെ നമുക്ക് പുറത്തിറക്കാം. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ. അല്ല, കല്യാണിമോളോട് ഇനി ഇപ്പൊ എന്ത് പറയും? എന്തേലും പറയണം, എന്തേലും കള്ളത്തരമൊക്കെ പറയണം രൂപേ. ഒരു കാരണവശാലും കല്യാണിമോൾ ഇത് അറിയാൻ പാടില്ല. ഈ സമയത്ത് അവൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രൂപയെ. രൂപയ്ക്ക് ഭയങ്കര വിഷമം. ഒടുവില് ചന്ദ്രസേനെ കെട്ടിപ്പിടിച്ചിരുന്ന് രൂപ കരയുവാണ്. ഇതേ സമയം പ്രകാശൻ കല്യാണിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാവാണ്. ആ സമയത്ത് ലക്ഷ്മി അങ്ങോട്ട് വന്നു. ലക്ഷ്മിയോട് പ്രകാശം പറഞ്ഞു, മോളെ കാണാൻ പോവാൻ ഞാൻ, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് അവളെ ഒന്ന് പോയി കണ്ടില്ല, ഒരു സമാധാനം വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് കാർത്തി അങ്ങോട്ടേക്ക് വരുന്നത്. കാർത്തി വന്നിട്ട് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട് അച്ഛാന്ന് പറഞ്ഞു. പ്രശ്നോ? എന്ത് പ്രശ്നം? അത് കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. കിരണിനെയോ? എന്തിനാ? അതിന് കിരൺ മോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. കിരണിനെ മാത്രമല്ല, വേലുവിനെയും രതീഷിനെയും ഒക്കെ അവരൊക്കെ പോലീസ് കസ്റ്റഡിയിലാന്ന് പറഞ്ഞു. അല്ല, അതിന് കാരണം എന്താന്ന് ചോദിച്ചു. ആ ഗംഗാപ്രസാദിന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെഫി കൊണ്ടേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ല മോളെ, അതിന് കിരൺ എന്ത് തെറ്റിയെന്നാ? കിരൺ അതിന് ഗംഗാപ്രസാദിനെ കണ്ടിട്ട് പോലും ഇല്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല ഇത്ര ആയ സ്ഥിതിക്ക്, കിരണിനെ പോലീസ് പിടികൂടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശ് ചോദിച്ചു, എന്ത് സത്യങ്ങളാ ലക്ഷ്മി നീ പറയാൻ വന്നേന്ന് ചോദിച്ചു. അപ്പോഴാണ് കാർത്തിക കാര്യങ്ങൾ പറയണേ. അച്ഛാ, എന്റെ കല്യാണത്തിന്റെ അന്ന് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിലേക്ക്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയണ. അവനെ തല്ലി ചതച്ചു, പിന്നീട് അവൻ അവിടെ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടത്. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന്റെ ബോഡി അവിടെ കൊണ്ടേ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ ഈ കാര്യം ഞാൻ നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തേനും. ഒരു കാരണവശാലും കിരൺ മോൻ ജയിലിലേക്ക് പോകാൻ പാടില്ല. എന്നോട് ഒരു വാക്ക് എങ്കിലും പറയാൻ വരായിരുന്നു അവന്. അല്ല,
ആ CI മാർട്ടിന് അയാളെ സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യമാണ്? ഒരിക്കലും ഇല്ല. അയാളെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ആളാണെന്ന് അറിയാൻ കഴിഞ്ഞേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ വിടുവോ? ഉറപ്പായിട്ടും വിടത്തൊന്നുമില്ല. പ്രകാശം പറഞ്ഞു, എന്നാലും ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, അല്ല ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പോലീസിൽ അറിയിച്ചാലും മതിയായിരുന്നു, അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. എങ്കില് ഇത്ര സ്ട്രോങ് ആയിട്ട് കേസ് മുന്നോട്ട് പോകത്തില്ലായിരുന്നു പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ഒരു കാരണവശാലും കിരൺമോൻ ജയിലിൽ പോയി കിടക്കണവനല്ല, അവൻ പുറത്തു വേണം. എന്നെ പോലുള്ള ഒരുത്തന് ഇങ്ങനെ പുറത്തു വന്നിട്ടും കാര്യമൊന്നുമില്ല. നേരത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അകത്ത് പോയി അന്തസ്സായിട്ട് കിടന്നേനെ. അവനെ തീർത്തതിന്റെ പേരില് അതൊരു അന്തസ് തന്നെയാണ്, എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണ്. പക്ഷെ കിരൺ മോൻ അകത്താണെന്ന് ഓർത്തൊരു വിഷമം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട, കിരൺ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ പുറത്തു വേണം. കല്യാണി മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അച്ഛാ അവിടേക്ക് ചെന്നാലും കല്യാണി ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും, കിരണേട്ടൻ എന്തിയെന്നൊക്കെ. അപ്പൊ അതിന് എന്ത് മറുപടി പറയും? അച്ഛനൊരു കാരണവശാലും പറയാൻ പാടില്ല, കിരണിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. എൻ്റെ മനസ്സിപ്പം നീറുന്നുണ്ട്. കാരണം ഒരു കാരണവശാലും കിരണ് ശിക്ഷ അനുഭവിക്കേണ്ടവനല്ല, അവൻ പാവമാണ്, അവൻ പുറത്തിറങ്ങി നടക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രകാശന് ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശന് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ കല്യാണിയുടെ മുറിയിലേക്ക് കല്യാണിയെ കാണാൻ കയറി. ആ സമയത്ത് കല്യാണി കണ്ണു തുറന്ന് നടക്കുമായിരുന്നു. പ്രകാശനെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ വിഷമമൊക്കെ മാറിയോന്ന് ചോദിച്ചു. അതെങ്ങനെ മാറാനാ മോളെ? മോൾ ഇങ്ങനെ ഈ കിടപ്പ് കിടക്കുന്ന സമയത്ത് എൻ്റെ വിഷമം മാറുമോന്ന് ചോദിച്ചു. അല്ലച്ച, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അല്ല, കിരണേട്ടനെ കണ്ടില്ലോ, കിരണേട്ടൻ ഇല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ, ഈ ഐസുവിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും നിർത്തത്തില്ല. പിന്നെ ഞാനും നിന്റെ ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കിരൺ മോനെ പുറത്തു പോയി നിൽക്കുമെന്ന് പറഞ്ഞു. കുറച്ച് സമയമായിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കണം, മോൾക്കിനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം അച്ഛാ. അല്ല, അച്ഛന് ഇത് അറിഞ്ഞതിന് ശേഷം ആഹാരം വല്ലതും കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ ആഹാരത്തിന്റെ കാര്യമാണ് ഇപ്പൊ പ്രധാനം, അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. അച്ഛൻ മരുന്നൊന്നും മുടക്കരുത് കേട്ടോ മോളെ. മോളുടെ കാര്യം മാത്രം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം അതിന് മുറ പോലെ നടന്നോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. ആ രാഹുലിന് അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിരണേട്ടൻ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു മോളെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊടുങ്കാട്ടിലേക്ക് തള്ളാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോണായിരുന്നു. അവനെ ഞാനെന്നെങ്കിൽ ഇന്ന് തള്ളത്തൊന്നുമില്ലായിരുന്നു, അവനെ തീർത്ത് കളയത്തുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. സാരമില്ല അച്ഛാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. കിരണേട്ടൻ്റെ കാര്യം ഓർത്തിട്ട് കിരണേട്ടൻ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആ പേരിൽ കിരണിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുവോ എന്നൊരു പേടി പ്രകാശനുണ്ടെങ്കിൽ അത് വേണ്ടെന്നാണ് കല്യാണി ഉദ്ദേശിച്ച് പറയണേ. ഈ സമയം പ്രകാശം ഇങ്ങനെ മനസ്സിലോർത്ത്, ദൈവമേ, കല്യാണി മോളോട് എങ്ങനെ പറയും കിരണിന്റെ കാര്യം? ഒരു കാരണവശാലും കല്യാണി മോള് അത് അറിയാനും പാടില്ല. ഇനിയിപ്പോൾ കിരണിനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, അതൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു പ്രകാശന്. പിന്നീട് കല്യാണോട് പറഞ്ഞു, മോള് കിടന്നു അധികം സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒടുവിൽ പ്രകാശം പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാദംബരിയും കാർത്തികയും ഉണ്ടായിരുന്നു. പിന്നീട് കാദംബരി ചോദിച്ചു, അച്ഛാ കല്യാണി കിരണിനെ കുറിച്ച് ചോദിച്ചോന്ന് ചോദിച്ചു. തൽക്കാലത്തും പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു, പക്ഷെ എത്ര സമയത്തേക്ക് ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, ഒരു കാരണവശാലും കല്യാണി ഇപ്പം അറിയാൻ പാടില്ല, അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യും മോളെ, നമ്മള് ആകപ്പാടെ വിഷമത്തിലായല്ലോ. അല്ലെങ്കിൽ കിരൺ മോനെ പിടിച്ചകത്തേണ്ട ഒരു കാര്യമില്ല, ഈ കുറ്റം ഏറ്റെടുത്ത് ഞാൻ അങ്ങോട്ട് ജയിലിലേക്ക് പോയിക്കോളാം, അവൻ ഭയങ്കര പാവമാണ്. അത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞു, അതൊക്കെ അറിയാച്ചാ, പക്ഷേങ്കിൽ ആ CI ഒരു നീതിമാനാന്നല്ലേ അറിഞ്ഞേ? നീതിമാനോ? അല്ല, നീതിക്ക് വേണ്ടി പോരാടുന്നവനെ. കാരണം അയാൾ എന്നിട്ടും ഇതുപോലെയൊക്കെ എന്തിനാ ചെയ്യുന്ന അറിയത്തില്ല. കാരണം ഗംഗാപ്രസാദ് ഒരു ക്രൂരനല്ലേ. എന്നിട്ട് പിന്നെ അയാളെ തീർത്തു കഴിഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പം കിരണിനെ പിടിച്ച് അകത്തോണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? തീർന്നെങ്കിൽ അങ്ങ് തീർന്നോട്ടെന്ന് വെക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു, അങ്ങനെയൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റില്ല മോളേന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, കല്യാണിന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വിഷമിക്കുവാണ്. ഇതേ സമയത്ത് നവിയും വക്കീല് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പോഴേക്കും എസ് ഐ ചോദിച്ചു, വക്കീലോ? അല്ല, ഞാൻ ആ കിരണിനെയൊക്കെ കാണാൻ വേണ്ടി വന്നാ, ദേ അവർ ലോക്കപ്പിലുണ്ടെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ SI സാറല്ലേന്ന് ചോദിച്ചു. സാറുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, സാറിനെ അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറ്റില്ല, അറിയാതെ കാര്യങ്ങളൊക്കെ. അങ്ങനെ സ്വാധീനിക്കാൻ വന്നൊന്നുമല്ല, എനിക്ക് അവരെ ഒന്ന് കാണണം, അവരെ ഇറക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. അത് പിന്നെ കോടതി ഹാജരാക്കിയതിന് ശേഷം ഇറക്കാനൊക്കെ പറ്റുള്ളൂ സാറേന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അവരിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ എന്ത് ചെയ്തു, കിരണിനെ കാണുവാണ്. പിന്നീട് കിരണിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, ആ CI മാർട്ടിന്റെ കാര്യം അറിയാലോ,
അയാളാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടേക്കണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ തന്നെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. ഈ സമയത്ത് കിരൺ പറഞ്ഞു, വേലു കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോൾ വേലു നീ എങ്ങാനും ആണോ ആ കൃത്യം നിർവഹിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, ഒരിക്കലും അല്ല സാറേ, ഞാനൊന്നുമല്ല. പക്ഷെ കിരൺ സാറിനെ രക്ഷിക്കാനായിട്ട് ഞാൻ വേറെ മാർഗമൊന്നും കണ്ടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ CI മാർട്ടിൻ നിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അയാൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ആള്. കാരണം പെട്ടെന്നൊന്നും അയാളുടെ അടുത്ത് അങ്ങനെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അയാൾ നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ മുമ്പേ അറിഞ്ഞാന്ന് തോന്നേ. പക്ഷെ അയാൾക്ക് തെളിവുകൾ വേണമായിരുന്നു. നിങ്ങളാണെന്ന് അയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ തെളിവുകൾ കിട്ടാത്തതുകൊണ്ടാണ് അയാൾ ഇത്രയും നാള് ഇത് ദീർഘിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോടതി ചെന്ന് കഴിയുമ്പത്തിന് ജാമ്യം കിട്ടുമെന്ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണ് ഭയങ്കര ടെൻഷനായി. കല്യാണിയുടെ കാര്യം ഓർത്തിട്ടാണ് ടെൻഷൻ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.